നീ വാ 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 ഗോകു നമ്മളിവിടെ കയറി റൈറ്റ് അയ്യോ സപ്പോർട്ട് ഇല്ലല്ലോ വണ്ടി കയറി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിക്കണോ നീലം ഡൗണായേ ഏ സൈഡ് അത് എവിടെന്ന് അടിച്ച അവന്മാര് ജുഗുറു മുമ്പോട്ട് വേടാ ജുഗുറു ഏതിന്റെ മെയിൻ ടർഫിന്റെ മണ്ടക്കേറി മോബി കറങ്ങി വരാ മോബി അടിയാ മണ്ടയിലുണ്ട് ഇതിന്റെ ഞാനാ ഇതിന്റെ മണ്ടയിലുണ്ട് കറക്റ്റ് മണ്ടക്കുണ്ട് കാണുന്നില്ല ഇപ്പൊ മണ്ടയിലുണ്ട് അല്ല എനിക്ക് വരാൻ പറ്റൂലേ മെയിൻ ടർഫിന്റെ മണ്ടക്കിലുണ്ടോ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് മണ്ട നിൽക്കോ പക്ഷെ റൈറ്റിൽ ആളുണ്ട് മനസ്സിലാവും പാർക്കിങ്ങിന്റെ അപ്പുറ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ടാവും ഉണ്ട് ഇവിടെ എല്ലാം കേറില്ല ഇവിടെ ആ വണ്ടീനെ പിക്ക് ചെയ്താ എടാ നമുക്ക് ഈ രണ്ടുപേരും എടുത്താലേ ഈ വണ്ടിക്കകത്തുള്ളമാരെ ടാക്സി ടാക്സി പുഷ് ചെയ്യാൻ നോക്ക് എടാ ഇത് അതിനകത്തോട്ട് അടിച്ചു വിട്ടിരുന്നു അവരെ വിടി അടിപ്പോ ടാക്സിനെ കൊണ്ട് കയറി നേരെ കയറി ഡബിൾ അടിച്ച് കയറാ ടാക്സി ഇറങ്ങടാ താഴെ റെസ്റ്റോറന്റ് അവിടെ വണ്ടി എവിടെ ബാക്കി ജുഗുറു എന്റെ ഇവിടെ എനിക്ക് പണ്ണ ഒരു ഇവിടെ വണ്ടിയല്ലേ ഒരു തോൽപുട്ടുണ്ടാ വെയിറ്റ് ചെയ്യേ എല്ലാ കോളും കേൾക്കൂല എടാ നമ്മുടെ വണ്ടി എടുത്ത് ആരെ പോയേ ഈ വഴി എടാ കോളി കണ്ടേ ഈ വണ്ടി എടാ എന്താടാ അത് കുഴപ്പമില്ല ചില്ല നോക്കുന്നു ഇനിയുള്ളതായിരുന്നു എടാ നമ്മുടെ വണ്ടിയിട്ട് കറങ്ങുന്ന ആരാ അവരാണോ നമ്മളാണോ ഇത് ഞാനാണ് ഈ പിങ്കിലാണ് ബാക്ക് സൈഡിൽ ഇതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഹലോ റൊട്ടേറ്റ് ചെയ്യട്ടെ ഹലോ എടാ മോബി ഹലോ കേക്കാവോ നമ്മള് സോണോട്ട് റൊട്ടേറ്റ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്യണം ഒരാളും കൂടി ഇങ്ങോട്ട് കയറും ഒരാളും കൂടി ആ നിങ്ങൾ റൊട്ടേറ്റ് സ്നൈപ്പ് ഇവരെന്ത് ചെയ്യണം അപ്പൊ നിങ്ങൾ റൊട്ടേറ്റ് തരോ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഡസ്റ്റോ സോണൗട്ടിലോട്ട് ചാട് നിങ്ങൾ നേരെ ചാടല്ലേ അങ്ങോട്ട് ചാടല്ലേ അത് ഡസ്റ്റോ നിനക്ക് പിക്കില്ലടാ അപ്പൊ മൂന്നെണ്ണായി നിങ്ങൾ റൈറ്റ് ആംഗിൾ ഇവിടെ വന്ന് നിന്റെ വണ്ടി കയറ്റടാ അല്ല വണ്ടി കയറ്റണോ എന്റെ വണ്ടി ഇത് ഈ വണ്ടിക്കകത്ത് ആരെല്ലാം ഉണ്ടോ
അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ വണ്ടിയിൽ ആളുണ്ടേ. മോബി ചന്ദ്രന്റെ ബാക്കിലോട്ട് വരുമോ? ഇതാരെ ഈ ടയർവേ വണ്ടി ആരാ? അതമ്മരാധവൻ. ഞാൻ ചന്ദ്രൻ വിളി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് കുട്ടാളിയാ, ഇവിടെ അങ്ങോട്ട് കുട്ടാളിയാ. ഒരു കാര്യം ചെയ്യടാ, ഇവനെ പോയി എടുക്കട്ടെ കുത്തി, അവനെ പോയി കുത്താളിയാ. എവിടെ വേറെ വഴിയില്ല. ഞാൻ ഇവിടെ കുത്താ മന്ദാരം. എടാ മന്ദാരം അവിടെ തന്നെ ഇരുന്നോ? മന്ദാരം അവിടെ തന്നെ. എടാ അടുത്ത സോം വന്ന, അടുത്ത സോൺ അപ്പുറത്ത് വാ. സോം പിടിക്കാം. സോം പിടിച്ചളിയാ. ഉള്ളി തന്നെ നേരത്തെ കളിച്ച കളി തന്നെ. സോണല്ലേ പെട്ടെന്ന് പോയി കൊണ്ടുവരിക അളിയാ. സോണ് ഉള്ളിലളിയാ. അവര് കുത്തിയേ. അമ്മരതിന് മണ്ടക്കല്ലേ കുത്തിയത്? അല്ലല്ല അകത്ത് അവന്മാർക്ക് അകത്ത് കുത്താൻ പെട്ടെന്നോ. എടാ ആ വണ്ടിയിലവിടെ പോടാ. അതുകൊണ്ട് കുത്തിയിട്ട് എന്ത് ചെയ്യാന്? പറഞ്ഞോളെ തന്നെ മാധവന്റെ അങ്ങോട്ട് വരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇവർ ഈ ഗ്രൗണ്ടിനകത്ത് യവന്മാരെ കേട്ടിട്ട് വെളിയിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാ. ഓ കുത്തി. ഞാൻ പറഞ്ഞില്ല അത് ആള് വന്ന് അതൊന്നും ചെയ്യാനില്ല. പണിയായി, ജാമായി. അത് ഞാൻ കണ്ടു. നീലിനെ അടിക്കാൻ പറ്റും മോബിക്ക് കണ്ടില്ല. അവർക്കതാ ഈ ഒരു ഫെൻസ് അവർക്ക് ഭയങ്കര മോബി ഡൗൺ. മോബിനെ അടിച്ച് ഡൗൺ. ഒരാളെ മിച്ചോളൂ. ഇല്ല വേറെ വണ്ടി ഉണ്ട്. ഒരു വണ്ടി അഡ്വാൻറ്റേജ് ആയിപ്പോടാ. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഫെൻസ് ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിപ്പോയത്. അതേ പോകുന്നുണ്ട്. ടീമും എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല ബ്രോ, കരഞ്ഞു കാണിച്ചല്ല എടുത്തോട്ടെ. അങ്ങനെയൊന്നുമല്ലടാ. ഒരു ഈ കളിച്ചെടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയതല്ലേ, അത് കുഴപ്പമില്ല, നമുക്ക് അടിച്ചെടുക്കാം. എല്ലാ ദിവസവും നമുക്ക് സോൺ ഫേവറബിൾ ആവല്ലോടാ. പബ്ജി ഒക്കെ പോലെ അല്ലേ. പബ്ജി എല്ലാ കളിയും നമുക്ക് സോൺ കിട്ടുമോ? അത്രയും നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പോട്ടെ സീനില്ല, നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ പ്രസവവേദനയാണ്, അവിടെ ഗാനമേള. അവിടെ ഇത് ഫെയർ അല്ലെന്നോ? എന്താണ് ഫെയർ അല്ലാഴികയൊന്നും ഇല്ല ബ്രോ. ഞാൻ പറഞ്ഞുതരാം. ടർഫിന്റെ റൂൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പറയണത് പോലെ ഇത് റിമോട്ട് യൂസ് ചെയ്യരുതെന്ന്. മനസ്സിലായോ? അത് അവരും ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. അത് പിന്നെ ഇത് ഓപ്ഷൻ. മനസ്സിലായോ? നീലൻ അവിടെ ഭയങ്കര ഓപ്പണിലായി പോടാ. കവർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നീലൻ അവിടെ അത്രയും നീലൻ നേരെ ആ ബിൽഡിങ്ങിനകത്തോട്ട് ഓടി കയറാന്നുള്ള രീതിയിലായിരുന്നു നീലന്റെ പ്ലാൻ. അവിടെ ചെയ്യാൻ പറ്റാത്ത ഓടി വരുന്നതിന് മുമ്പ് നീലൻ ഒത്തിരി ഫ്രണ്ടിലായിരുന്നു. മനസ്സിലായോ? അതാണ് പറ്റിപ്പോയത്. കുഴപ്പമില്ല. ഹലോ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പിള്ളേർക്ക് കേറാൻ പറ്റുള്ളൂ. അവന്റെ സന്തോഷം കണ്ട അവധി കിട്ടിയതിന്റെ.
സ്നൈപ്പ് എവിടെ നിന്ന് അടിച്ചോടാ അടിച്ച് എന്തോടെ കണ്ട ഇവിടെ എന്തുവാ എന്തോടെ നടന്നത് എന്താ കണ്ടെന്തുവാ ഓമാന്റെ സാധനം എന്തോടെ ഇവിടെ നടന്നേ ഇവിടെ എന്താ നടന്നേ ഇപ്പൊ ആരെങ്കിലും കണ്ട POV കളി മാറ്റി എവിടെ ആടെ എന്താണ് നടന്നത് ഇവിടെ ഇപ്പം ആടെ What the fuck? ഓ ഇവൻ ചത്ത സ്നൈപ്പ് ചത്തു. ആ അവിടെ വെളിയിലായി. ടർഫാന്ന് അവനെ മാറ്റി. എന്റെ മോനെ 2v2 ആണോ ലാസ്റ്റ്? ഇല്ല 3v2 3v3 ആണോ എന്ത് ഉദ്ദേശിച്ച് എന്ത് പറ്റിയ ഇവർക്ക്? എടാ GR മേടിച്ചു വിടാ, GR മേടിച്ചുട്ടെ. ഇവര് സ്റ്റാൻലിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും. ഓ ഗോഗു വീണു. 4v2 ആ. ഓക്കേ സ്റ്റാൻലി ഇത് ഓപ്പണി വരുന്നു, അന്നേരം കണ്ടില്ലേ? വെളിയിൽ വരുന്നത് ഫുൾ എല്ലാ സൈഡിലും ഡിസ്ട്രാക്ഷൻ. കുഴപ്പമില്ല, വെൽ പ്ലേഡ്. നൈസ് സ്നൈപ്പേ. നൈസ് സ്നൈപ്പേ. എടാ നൈസ് ട്രൈ. നൈസ് ട്രൈ. നല്ല കിടിലം കളിയാണ്. ലാസ്റ്റ് 2v1 നൈസ് ട്രൈ. വെൽ ഫക്കിംഗ് പ്ലേഡർ. കിടിലം കളി. നല്ല കളിയാടാ. പക്ഷെ ഇത് അടിച്ചെടുത്ത ചരിത്രമായിരുന്നു. നൈസ് ട്രൈ. ജി അടിപൊളി ട്രൈ ആണ്. ആ കളി ചേഞ്ച് ആയത്. നമ്മളവിടെ കൊണ്ടേ കുത്തിക്കേ. ഇത് നോക്കിയേ, ഞാൻ എത്ര പേരെ ഞാൻ കണ്ടത് അടച്ചാറടാ. ഞാൻ അവിടെ പോയി തല നോക്കിയോ, ഞാൻ 50 പേര് മതിൽ. എന്റെ POV കണ്ടു നോക്കി. എന്റെ POV ഇത് തന്നെ. എന്റെ POVയിൽ ഒരു 10 തല ഇങ്ങനെ പൊങ്ങി വന്നു അവിടുന്ന് ഇവിടുന്നായിട്ട്. ഞാനിവിടെ എനിക്ക് കണ്ണെടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനുമ്പ് എത്തോയി. അല്ലേ പിന്നെ ഓൺ ഫുട്ട് ഇറങ്ങിയിട്ട് ഒരാള് മാത്രം അത് നടക്കത്തില്ല. ആ സമയത്ത് സമയവും ഇല്ല. എന്റെ പ്ലാൻ എന്തായിരുന്നു തന്നെ അറിയാമോ? എന്റെ മനസ്സില് ഈ സാധനം കണ്ടോ, ഇവിടെ തൊട്ടിരിക്കും. അപ്പൊ അവന്മാർക്ക് അത് അവിടെ നിന്ന് അടിക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? അങ്ങനെയായിരുന്നു എന്റെ ഇതില്. അപ്പം ഇവര് ഇവിടെ സെന്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പാടായിരിക്കും. നമ്മൾ എങ്ങനെ സെന്ററിലോട്ട് കയറാൻ നോക്കിയാൽ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നല്ലേ. എടാ അവർക്ക് ഫെൻസ് കിട്ടിയതായിരുന്നു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവർക്ക്, മനസ്സിലായോ? അതായിരുന്നു അവരുടെ കവർ. നമുക്ക് അങ്ങനെ ഒരു സാധനം നമുക്കില്ലായിരുന്നു. കൊണ്ടുപോയി ഈ വണ്ടികൾ കുത്താൻ മുമ്പേ ഞാൻ കുത്താൻ വിചാരിച്ചു പോയതാ. നോക്കുമ്പോ ചുറ്റിനും ആൾക്കാർ. ഒരു വണ്ടി ഞാനാ മറ്റേത്. ഞാൻ ഇവിടെ വലിയ ഇതായിരുന്നു. ഈ ഡെസ്ട്രോ ഡെസ്ട്രോ അപ്പുറത്തെ സൈഡായിരുന്നു. അടിക്കായിരുന്നല്ലേ. ഇപ്പൊ ഒരുത്തനെ കിട്ടും എനിക്ക്. നീ ചത്തില്ലേ? ഒരു പിക്ക് എടുക്കുവേ. ഇപ്പൊ എനിക്ക് ഇവിടെ അടി കിട്ടും. മറ്റേ മണ്ടയ്ക്ക് നിന്നിട്ട് കണ്ടായോ അടിച്ച് കിട്ടിയത്. നീ എന്നെ കൊണ്ട് അവിടെ ഹോൾസെയിലിന് വിറ്റിട്ട് അരമണിക്കൂറൊക്കെ ഇരുന്നല്ലേ അവിടെ? എടാ നീല നിന്റെ POV ജസ്റ്റ് ഒന്ന് കാണിച്ചേ. നീല നമുക്ക് അവിടെ എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ. നീ അല്ലടാ, ഞാൻ വേറെ വരട്ടെ. എന്റെ POVയിൽ അത് പൊട്ടിത്തെറിച്ച് മറ്റേ സാധനം. ഞാൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ. നിങ്ങൾക്കൊന്നും പൊട്ടിയില്ല? ഇല്ല ഗൈസ്, എന്റെ ലൈവ് എന്റെ POVയിൽ അത് പൊട്ടിത്തെറിച്ചില്ലേ? നീലനല്ല മറ്റേ ആദ്യം പോയി. അത് പൊട്ടുകൊണ്ട് അണ്ണൻ ഡിലേ ആയത്. ഞാൻ കണ്ടില്ല. എന്റെ പോയിന്റ് ഓഫ് വ്യൂ സ്നീക്കപ്പ് ആയി നമ്മള്, മനസ്സിലായി. ആരും പറഞ്ഞില്ല എന്നുള്ള ഇതില്.
ഇല്ലില്ല ഞാൻ ഇവിടം വരെ എത്തി. എന്റെ അകത്ത് പൊട്ടി നീ ഭയങ്കര ഓപ്പണിലായി പോയി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു ഞങ്ങള് വരുമ്പോഴത്തേക്കും. ഞാൻ ബാക്കിൽ നിന്ന് കൊറേ അടിച്ചായിരുന്നു അവിടെ ബാക്കിൽ നിന്നടാ എന്ന് വെച്ചാ ഇവിടം വരെ ഞാൻ എത്തി. കണ്ടാ ഇവൻ എന്ത് പറയാ ലെഫ്റ്റിലോട്ട് പോകും. കണ്ടാ ഈ ഇവനെ ഡൗൺ ആക്കായിരുന്നു, മനസ്സിലായ ഈ പോന്നവനെ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ തിരിച്ചു കണ്ടാ നിങ്ങൾ ഇത്രയും ദൂരം. അപ്പൊ പിന്നെ ഞാൻ ബാക്ക് ഇറങ്ങി. ഇത്രയും ദൂരം ആയപ്പോ ഞാൻ ബാക്കിലോട്ട് ഞാൻ ഇപ്പൊ പൊട്ടിത്തെറിയും ആക്രമണമൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നതേ ഉള്ളൂ. കണ്ടാ ഞാൻ വന്ന് നീ പറയുമ്പോ തന്നെ ഞാൻ അടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവിടെ. കുഴപ്പമില്ല ടൈമിങ് മിസ്സായതാ. നിന്നെ ഒരാളൊന്നുമല്ല, നിന്നെ 5 പേര് മനസ്സിലായി. അത് കണ്ട് പക്ഷെ നമുക്ക് ആ പൊസിഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ലാസ്റ്റ് സോണിൽ പെട്ടുപോകുന്ന വെച്ചിട്ട് അത് എടുത്തേ പറ്റൂന്ന് വെച്ചിട്ട് ചെയ്തതാ. നമ്മള് ടാക്സി അച്ഛനെ കുറിച്ച് നിർത്തി ക്രിസ്മസ് പുള്ളിയുടെ വായിൽ LED ബൾബ് ഇട്ടോണ്ടിരിക്കും. അതിപ്പോ കഴിയും, ഒരു 5 മിനിറ്റ് കഴിയും. വന്നിട്ട് ഞാനിപ്പോ ഫേസ് ക്യാമിൽ തൂക്കാം പൊട്ടച്ചുമനെ. എടാ വാറൊന്നും അല്ല തോറ്റ, ഡർഫാ തോറ്റ, മനസ്സിലായ? അത് അറ്റാക്കിങ് വലിയ കോണം വലിയ താളം അടിക്കണ്ട, അടിച്ചെടുത്തതാണ് ഞങ്ങള്. കരഞ്ഞ് മേടിച്ചോണ്ട് പോയതല്ലേ, കൊണ്ടുപോക്കോട്ടെ, ഞങ്ങൾ വീണ്ടും അടിച്ചെടുത്തോളാം. എന്നിട്ട് മുക്കിത്തൂര് എടുത്തിട്ടാണ് മെസ്സ് അടിക്കല്ലേ ഇവിടെ വന്നിരുന്നത്. എന്തൊക്കെയോ കണ്ടു കേട്ടോ ഡെസ്ട്രോ. ഇവിടെ ജസ്റ്റ് ഒരു പിക്ക് എടുക്കും. ബിട്രേറ്റ് കുറവാ. അവൻ എഫാക്കോ അവിടെ ഒരുത്തനുണ്ടായിരുന്നല്ലേ സാഗർ പൊസിഷനിക്ക് റൈറ്റ് എൻട്രൻസ് നോക്കിയാൽ കുറെ എണ്ണത്തെ കാണായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു നല്ല കളിയായിരുന്നു. ആണോ റുബില? താങ്ക് യു ഡാളിയ, വെൽക്കം ടു സ്ട്രീം. നീ എന്റെ സൈഡ് ആയിരുന്നു, നിനക്ക് കുറച്ചേരം കൂടെ കിട്ടി. എന്നെ ഒരു ചാവേറാക്കി കളഞ്ഞല്ലേ. എന്നെ 2 വർഷത്തിന് ശേഷം ടർഫ് കളിക്കാൻ ഞാൻ 2 വർഷം അതിലെന്നെ ചാവേറാക്കാന്ന് പറഞ്ഞാ കുഴപ്പമില്ല. ഓക്കെ, ഒരു പ്രശ്നമില്ല എനിക്ക്. നോക്കട്ടെ ഒരു എന്റെ ചാവേർ പി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളെയൊക്കെ കാണാം. ഇവനെ ഞാനും പുതുക്കൂടാ. ഇവിടുന്ന് തന്നെ വെച്ച് കുറച്ച് പിക്ക് കിട്ടിയനെ. നമ്മളെ കുറച്ച് നിന്ന് അടിക്കുന്നുണ്ടായിരുന്നുള്ള. ഇവരോട് എത്തിയല്ലേ? ഇവനെ ഞാൻ കണ്ടായിരുന്നു നേരത്തെ. ഇവനെ തന്നെ നീ പിന്നെ അടിച്ചല്ലേ? ഓ അത് റീലോഡ് ആയില്ലായിരുന്നു, അവനും കിട്ടിയേനെ കേട്ടോ. സത്യം ഞാൻ അവനിപ്പോ കൊടുക്കും. വെയിറ്റ് ചെയ്ത് എടാ, നിങ്ങൾ ഈ ലൈവ് ഇരുന്ന് പറയണ പോലല്ല കളി. ഓരോരുത്തന്മാർ ഓരോ വെയിറ്റ് ചെയ്തല്ലേ. ഇത് കണ്ടോണേ, ഇവിടെ കുത്താൻ വീണ്ടതാ. എന്നെ കൊണ്ടുപോയി ഹരി ചാറ്റിൽ പഠിപ്പിക്കുന്നത് നീ മൈൻഡ് ചെയ്യണ്ട, ഞാനത് പണ്ടേ നോക്കാറില്ല. ഇവന്മാർക്ക് ഇത് എന്റെ വ്യൂവിലുണ്ട്. ഇത് ഇവന്മാർക്ക് 5 ഒരു അണ്ടിയും കളിക്കാത്തവന്മാരെ ഇവന്മാരെ, മനസ്സിലായ? ഇവന്മാരുടെ ഒന്നും പഠിപ്പിക്കില്ല, നമ്മള് റിപ്ലൈ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും പോവും. അവന് ജസ്റ്റ് മിസ് നീ ഇടിക്കാന്. മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ഗൈസ്. കൂട്ടടി കേറാത്ത പൊത്തിക്കൂടൊക്കെ കേറി ഓടിയവൻ.
ആ വണ്ടി സത്യം പറഞ്ഞ അതുവഴി പോവൂല GTA-ല്. അതാ ഇടിച്ചു കയറ്റിയത്. എന്റെ അളിയ എന്തൊക്കെ കാണണം. സ്നൈപ്പ് എന്തിയടാ അവന്റെ കാണാൻ. ഇത് നോക്കി മറ്റേ നമ്മളെ കൊണ്ട് കുത്തുമ്പോ ഒരുത്തൻ മറ്റേ മാനത്തോട്ട് നോക്കി നിൽക്കുന്ന ഒരുത്തനെ കാണിച്ചരാവേ. അവൻ വേറെ ലോകത്താടാ. ഒരുത്തനെ ഞാൻ കുത്തണ സമയത്ത് ഒരുത്തൻ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കി. എടാ അവ ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടി വന്നതാ. ഇത് കണ്ടോ അവര് റേഡിയോയിൽ ഹാപ്പി ക്രിസ്മസ് പറയുവാ. ഞങ്ങളത് കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇവനടിച്ച് തെറിപ്പിക്കും. തെറിപ്പിക്കോ? ഇത് കണ്ടോ നോക്ക്. അതെന്താ ഇവരാരും കണ്ടില്ലടാ, ഇവരാരും. ഇല്ല എനിക്കൊന്നും ഇവരെ കിട്ടിയായിരുന്നടാ നിനക്ക്? അയ്യോ അവനെ കിട്ടിയാനാടാ. നീ നോക്ക്. ഞാൻ നോക്കും ദൈവം അടുത്തവൻ. ഹീലടിച്ചറാ കൊലയാടിയെ പെണ്ണടിക്കും. ഇത് സാധനം കാണിച്ചത് ഞാൻ ഒരുത്തനല്ലേ വിചാരിച്ച് കേറി. നിങ്ങൾ ഒരുത്തനെ റൈറ്റ് നോക്ക്. നിങ്ങളൊന്നും ഡയറക്റ്റ് ഡബ്ല്യൂ അടിച്ചു പോണായിരുന്നു. നോക്കി ഇപ്പൊ കണ്ട എടാ എന്നെ അല്ലടാ നിന്നെ അടിച്ചത് വണ്ടിയുടെ പുറയിലുള്ളവനാടാ. അല്ലല്ല നിന്നെ അടിച്ച് ഡിങ്ക് ചെയ്യുന്നത് ആദ്യത്തെ 2 അടി അടിച്ച് അടിക്കുന്നത് നിന്നെ വണ്ടിയുടെ പുറയിലുള്ളവനാ അടിക്കണേ. ആ വണ്ടി ഇരിക്കുന്നവനാ നിന്നെ അടിക്കണം. നിനക്ക് ലാസ്റ്റ് അടി എന്താണ് ഇവന്റെ കിട്ടുന്നത്, മനസ്സിലായ? ഞാൻ ഇവനെടുക്കാനാണ് ഞാൻ അടിക്കാൻ പോയി. മറ്റവനെ നോക്കാതെ എനിക്ക് ഇവനെങ്കിലും എങ്ങനെയും എടുത്ത് കില്ല്. ഗ്യാങ് ഫണ്ട് കളക്ഷൻ മറ്റന്നാളാണ് കേസ്. നാളെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ആയതുകൊണ്ട് ഇവന്മാർക്ക് എല്ലാവർക്കും ഗ്യാപ്പ് കൊടുത്തേക്കും. മറ്റന്നാൾ ഗ്യാങ് ഫണ്ട് കളക്ഷൻ. ആൻഡ് ജാനുവരി 2-ാം തീയതി ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ലോഞ്ച്. ഗ്യാങ് വർക്കുകൾ